ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ തെന്മല വരെ ഒന്ന് പോയില്ല. തെന്മല വരെ പോകുന്നില്ല, തെന്മലയ്ക്ക് മുമ്പ് ഉള്ള ലുക്കൗട്ടിലോട്ടൊന്ന് ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയാണ്. നല്ല കാലാവസ്ഥയായിരുന്നു. അതായത് ഇതൊരു ഉച്ച സമയമാണ്, എന്നാലും വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. നമ്മളീ പോകുന്ന വഴിക്ക് റൂട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് ഇവിടുത്തെ എസ്റ്റേറ്റിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗുഡ് ഹോപ്പ് എന്നാണ് ഇരിക്കുന്നത്, ഗുഡ് ഹോപ്പ് എസ്റ്റേറ്റ്. ഇതുവഴി സംഭവം നമുക്ക് ചുമ്മാ റൈഡ് ചെയ്ത് പോകാനാണെങ്കിൽ തന്നെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. നല്ല രണ്ട് സൈഡും കാടും പിന്നെ റബ്ബറും തോട്ടങ്ങളും, അങ്ങനെ മലയോര പ്രദേശമായതുകൊണ്ട് ആദ്യമൊക്കെ നല്ല കയറ്റങ്ങളൊക്കെയാണ്. കുറേയേറെ അമ്പലങ്ങളും ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ സൈഡിൽ മുഴുവൻ ഒരു സമയത്തും മുഴുവൻ കൈതക്കാടുകളായിരുന്നു. കൈതക്കാടുകളെന്നല്ല, ഈ കൈതച്ചെടി നട്ട് പൈനാപ്പിൾ കൃഷിയായിരുന്നു. നല്ല രസമാണ് ഇതുവഴി യാത്ര ചെയ്ത് പോകാനൊക്കെ. പിന്നെ ഇത് വേറൊരു അമ്പലത്തിലോട്ട് പോകുന്നൊരു വഴിയാണ്. ഇതുപോലെ കുറേ ആർച്ചുകൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ സാധിക്കും. ഈ അമ്പലങ്ങളിലൊന്നും അങ്ങനെ നമ്മൾ പോയിട്ടില്ല. പിന്നെ കുറേ കൂടെ മുകളിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും മതിലുകൾ അങ്ങനെ കാണത്തില്ല. ഏറ്റവും കൂടുതൽ മതിലിന് പകരം മറയായിട്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്പരത്തി കമ്പാണ് വെച്ചേക്കുന്നത്. എല്ലായിടത്തുണ്ട്. ഈ സൈഡ് തോറും ചെമ്പരത്തി കമ്പ് ഇങ്ങനെ നട്ട് വളർത്തി വെട്ടി വിട്ടേക്കുവാണ്. നല്ല പ്രായം തോന്നിക്കും ആ കമ്പുകളൊക്കെ കാണുമ്പോഴേ. ഇതിപ്പോൾ നമ്മൾ തെന്മല മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ തെന്മല ഗ്രാമപഞ്ചായത്തിലോട്ടുള്ള ഒരു വെൽക്കമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു ബോർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് വേറൊരു ബോർഡുണ്ട്, എനിക്ക് തോന്നുന്നത് ശെന്തുരുണിയുടെ വെൽക്കം ആണ്. ഞാനിവിടെ നമ്മൾ മിക്കപ്പോഴും പാസ് ചെയ്ത് പോകുമ്പോഴും ഇവിടെ അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല. ഇന്ന് വലിയ കാര്യമായിട്ട് ഒരു ലക്ഷ്യസ്ഥാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലവും നിർത്തി പോകുന്നുണ്ട്. ഇതുണ്ട്, ശെന്തുരുണി എക്കോ ടൂറിസം വെൽക്കംസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ചെറിയ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും റോഡ് പണിയല്ല, വീട്ടിലെന്തോ പണിയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ദൂരം കൂടെ ഇങ്ങനെ നമ്മൾ കടന്നു പോവുകയാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പുനലൂരാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുനലൂരിൽ നിന്ന് ഈ ഒറ്റക്കൽ വരെ ഏകദേശം ഒരു 16 കിലോമീറ്ററേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കവർ ചെയ്യാനുള്ള ദൂരമേ ഉള്ളൂ. വളരെ ശാന്തമായിട്ട് നമുക്ക് തന്നെ പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കും. ഇങ്ങോട്ട് വരാൻ നേരം അത്യാവശ്യം നല്ല ഇറക്കമൊക്കെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ബോർഡിനകത്ത് കാണിക്കുന്നില്ല, തെന്മല എക്കോ ടൂറിസത്തിലോട്ട് ഇനി 10 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ അമ്പനാട് ഹിൽസ് ഇതുവഴി തന്നെ പോകുന്നത്. ഒരു 30 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അമ്പനാട് ഹിൽസിലോട്ട്. തെന്മല എക്കോ ടൂറിസത്തിലോട്ടാണ് 10 കിലോമീറ്റർ കാണിക്കുന്നത്. നമ്മൾ എക്കോ ടൂറിസം വരെ പോകുന്നില്ല. നമ്മൾ ലുക്കൗട്ട് വരെ പോയത്. ലുക്കൗട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ 4.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പിന്നെ എക്കോ ടൂറിസത്തിലോട്ട് നമ്മൾ കയറി പോകുന്നില്ല. പോകുന്ന വഴിക്കുള്ള ചുമ്മാ കാഴ്ചകളൊക്കെ ചുമ്മാ ശാന്തമായിട്ട് കണ്ടു പോകാമെന്ന് കരുതിയാണ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങ് ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം, ചെറിയ രീതിയിൽ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. മിക്കപ്പോഴും നമ്മൾ പോകുന്ന റൂട്ടുകളൊക്കെയാണ്, എല്ലാവരും കണ്ട് പരിചയം കാണുമായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുവഴി യാത്ര ചെയ്ത് പോകാൻ. എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ചുമ്മാ ഇറങ്ങിയത്, ഒരു വട്ടുപിടിച്ച് ചുമ്മാ ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാണ്. ഇങ്ങനെ പോകുമ്പോൾ ആണെങ്കിൽ ഒരു പെട്രോൾ പമ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പെട്രോൾ പമ്പ് വളരെ വിരളമാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ പെട്രോൾ പമ്പ് വളരെ കുറവാണ്. ഇതൊരു വലിയൊരു പെട്രോൾ പമ്പാണ്. അത്യാവശ്യം സൗകര്യങ്ങളും ടോയ്ലറ്റും ഫെസിലിറ്റീസും വെള്ളം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പമ്പാണ് ഇവിടെ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം, കാഴ്ചകളൊക്കെ നിങ്ങൾ കാണും. പിന്നെ ഈ കാണുന്നുണ്ടോ, ഇവിടെ ഉണ്ട് ഒരു മല കാണുന്നുണ്ടോ, അതാ പാണ്ഡവൻപാറയാണ്. അത് കാണിക്കാം കേട്ടോ. ഇവിടെ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ നിർത്തിയത്. നോക്കിയപ്പോൾ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അത് എവിടെ നിന്ന് വരുന്നതാണെന്ന് മാത്രം ഒരു പിടിയില്ല. 3 പൈപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ഒരു പൈപ്പിൽ നിന്ന് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കാണ്. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് തന്നെ. ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടാട്ടോ, നല്ല പച്ചപ്പോടെ കിടക്കുന്ന കണ്ടുകൊണ്ടും പിന്നെ ഈ വെള്ളത്തിൻ്റെ ശബ്ദം കണ്ടപ്പോഴും അങ്ങ് ഇറങ്ങിയത്. ആ മോളിൽ കാണുന്ന കുന്നുണ്ട്, ഈ മോളിൽ കാണുന്ന കുന്നാണ് പാണ്ഡവൻപാറ എന്നാണ്. ഈ പാണ്ഡവൻപാറയിൽ പോയ എൻ്റെ വീഡിയോയൊക്കെ മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല രസമാണ് കേട്ടോ, പാണ്ഡവൻപാറയിൽ പോകുമ്പോഴും അടിപൊളിയാണ്. ഇവിടെ ഈ കളിക്കുന്നതാണ് കേട്ടോ, എനിക്കൊന്ന് ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെ കളിക്കുന്ന ഒരു മൈതാനമാണ്. എന്തായാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓവിയിൽ നിന്നാണ് വെള്ളം വിടുന്നത്. വലിയ പൈപ്പുണ്ടല്ലോ, ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പോലെ. എന്തായാലും ഈ സൈഡിലോട്ടൊന്ന് നോക്കാം എന്തോ സംഭവം. നല്ല ശബ്ദമാണ് കേൾക്കുന്നത്. ഓ കൊള്ളാം കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. സംഭവം നല്ല വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതിങ്ങനെ തട്ടായിട്ട് പടികൾ പോലെ ഇട്ടുകൊണ്ടാണ് ഈ നല്ലൊരു ശബ്ദവും ആ ഒരു വെള്ളം നല്ല തെളിഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതോ ഒരു കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് ചെയ്ത് ഇതുവഴി
പാസ് ചെയ്ത് വിടുന്നതാണെന്ന് തോന്നുന്നത്. ഈ വെള്ളമെല്ലാം പോകുന്നത് നമ്മുടെ ആറുണ്ടല്ലോ, ആറിലോട്ടാണ് പോകുന്നത്. കല്ലടയാറിലോട്ടാണ് ഒഴുക്കി വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടാണ്ട് എൻ്റെ അടുത്തൊരു അമ്പലം കണ്ടോ, ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഈ ഒരു ആർച്ച് കണ്ടോ, ഇത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുക്കാൻ സാധിച്ചില്ല കേട്ടോ, തിരിച്ചു വന്നപ്പോൾ എടുത്തതാണ്. നമ്മൾ പാണ്ഡവൻപാറയിലോട്ട് പോകുന്ന ഒരു വഴിയാണ്, ഉറുകുന്ന ജംഗ്ഷനാണ്. ഇവിടെ ഒരു ചെറിയൊരു കുരിശടിയും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതിൻ്റെ ആർച്ചുള്ളത്. ഈ ആർച്ച് കയറി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ഉറുകുന്ന സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. ഉറുകുന്ന സ്റ്റേഷൻ അവിടെ നിന്ന് ഒരു 300 മീറ്റർ 200 മീറ്ററൊക്കെ ഉള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, അതാണ് തിരിച്ചു വന്നപ്പോൾ എടുത്ത് കാണിച്ചത്. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഈ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഈ ടോറസ് വാഹനങ്ങളാണുള്ളത് കേട്ടോ. ഈ ട്രക്കും പിന്നെ അതുപോലെ തന്നെ ടോറസുമാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ബസ്സുണ്ട്, അത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ വാഹനങ്ങൾ വളരെ കുറവാണ് ഈ റൂട്ടിലൂടെ. ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറയണ്ടാണ്ട് ഇതേപോലെ പറന്നടിച്ചായിരിക്കും ഓരോ വാഹനങ്ങൾ പോകുന്നത്. എന്തായാലും ഇത് നമ്മുടെ തെന്മലയിലോട്ട് ലുക്കോട്ടിലോട്ട് കയറുവാണ്. ലുക്കോട്ടിലോട്ട് കയറുന്നതിൻ്റെ കയറ്റമാണ് ഈ കാണുന്നത്. ഈ വളവ് തിരിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞൊരു പാലമൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. അവിടെ നിർത്തി, അവിടെ ഒരു കനാലുണ്ട്. ആ കനാലിനകത്തൂടെ വെള്ളം നല്ല രീതിയിൽ ഒഴുകുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതെന്തായാലും അവിടെ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ സംഭവം അവിടെ നിർത്തിയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ചെറിയ രീതിയിൽ കനാലിൽ വെള്ളം പോകുന്നേ ഉള്ളായിരുന്നു. പക്ഷെ അവിടെ നിൽക്കാനൊക്കെ അടിപൊളി രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഈ റൂട്ടൊന്ന് വരണം. ഈ റൂട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിനിൽ പോകുമല്ലോ, ട്രെയിനിൽ നിന്ന് നമ്മുടെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെയുള്ള കിടിലം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഇതുവഴി തന്നെ പോയപ്പോഴേ വീണ്ടും അടുത്തൊരു മഴവെള്ളത്തിൻ്റെ ശബ്ദം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ അങ്ങനെയില്ലേ, വെള്ളം അങ്ങനെ അത്രയ്ക്ക് നല്ല രീതിയിൽ വീഴുന്നത് ഞാൻ ഇന്നാണ് കേട്ടോ കാണുന്നത്. കണ്ട ഈ സംഭവം, ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ മാപ്പിനകത്ത് നോക്കുമ്പോൾ പാണ്ഡവൻപാറ വെള്ളച്ചാട്ടം എന്നാണ് കാണിക്കുന്നത്. സംഭവം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല, ഈ വെള്ളം ഒഴുകി വരുന്ന ഭാഗം നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ പാണ്ഡവൻപാറയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പാണ്ഡവൻപാറ വെള്ളച്ചാട്ടം എന്ന് പറയാൻ കാര്യം. എന്തെങ്കിലും സംഭവം കൊള്ളാം കേട്ടോ. ചെറിയൊരു അലക്കുകല്ലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇതുവഴി മുമ്പൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു വെള്ളച്ചാട്ടം അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ മഴ സമയം ആയതുകൊണ്ടാണ് ഈ വെള്ളം ഇത്രയും ഈ നീരുറവൊക്കെ ഇതുവഴി ഇങ്ങനെ ഒലിച്ചു പോകുന്നത്. സംഭവം ആ കാഴ്ചയും കണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ്. KSRTC ബസ്സുകളൊക്കെ ശരിക്കുന്നുണ്ട് കേട്ടോ. അത് തെങ്കാശിയിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും ചെങ്കോട്ടയിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും കുറേ ഉണ്ട്, ബസ്സുകളൊക്കെ ശരിക്കുന്നുണ്ട്. ഈ ഒരു പാതയുടെ പേരെന്ന് പറഞ്ഞാൽ കൊല്ലം തിരുമംഗലം പാതയാണ്. NH 208 കൊല്ലം തിരുമംഗലം എന്ന് പറയും, പിന്നെ കൊല്ലം ചെങ്കോട്ട എന്ന് പറയും. തിരുമംഗലം എന്നാണ് മെയിനായിട്ട് പറയുന്നത്. തിരുമംഗലം ഇവിടുന്ന് എങ്ങനെ പോയാലും ഒരു 10-200 കിലോമീറ്റർ ഉണ്ട്. പുനലൂരിൽ നിന്ന് തന്നെ 10-200 കിലോമീറ്ററോളം ഉണ്ട് തിരുമംഗലം, തമിഴ്നാട്. ഇതിപ്പോൾ ലുക്കോട്ടിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. വണ്ടിയുടെ താക്കോലെടുക്കാൻ പറഞ്ഞത് അങ്ങ് എടുത്തേക്കാം. സംഭവം ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കണം കേട്ടോ. എപ്പം വന്നാലും എന്തെങ്കിലുമൊക്കെ പണികൾ നടക്കുന്നത്, പക്ഷേ ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആകുന്നില്ല. അതുകൊണ്ട് എല്ലാ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിക്കപ്പ് വിയർ ലുക്കോട്ട് കൊടുത്തിട്ടുണ്ട്. KSRTC ബസ് ഇതാ പോകുന്നത്. അപ്പോൾ നല്ല പഴക്കമുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ ഒരു കെട്ടിടം ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്ലോക്ക് ടവർ പോലെ നല്ല പഴക്കമുണ്ട് കേട്ടോ. സംഭവം എല്ലാ ഭാഗത്തും നോക്കുമ്പോഴേ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ വൃത്തിയാക്കി ഈ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത്. അതാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഇവിടെയൊക്കെ എഴുതി അവരവരുടെ പേരും അവർ വന്ന സ്ഥലപ്പേരൊക്കെ എഴുതി വെച്ചിട്ട് എന്ത് കാര്യം, വീണ്ടും നശിക്കുകയല്ലേ ചെയ്യുന്നത്. ഉണ്ടോ, നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. ഇതാണ് ലുക്കോട്ടെന്ന് പറയുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭരിച്ച് വെക്കുന്ന വെള്ളമാണ്. ഇത് വെള്ളം കൂടുതലാകുമ്പോഴത്തേനും ഇതങ്ങ് ഒഴുക്കി വിടും. പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലത്തും കെട്ടി നിർത്തും. പിന്നെ സംഭവം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതാണെന്നുണ്ടെങ്കിൽ പിന്നെ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ട് കനാൽ വഴി പല സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ ഒഴുക്കി വിടും. എന്തായാലും ഇതിൻ്റെ താഴോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. മുകളിൽ കയറിയുള്ള വ്യൂ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. താഴോട്ട് ഞാൻ അധികം പോയിട്ടില്ല, എന്നാലും പോയിട്ടുണ്ട്. എന്നത് നമുക്ക് പോയി നോക്കാം താഴെ തുറന്നിട്ടുണ്ടോയെന്ന്. താഴെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞ് താഴോട്ട് പോയതെന്നാണ്. അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല കേട്ടോ. ഇതാണ് ആ ഒരു ബേസ്മെൻറ്റ്. അതിൻ്റെ 1 2 3 തട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രീതിയിലാണ് അത് മെയിൻ്റെനൻസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല സെറ്റപ്പാണ്, നല്ല വ്യൂ ആണ്. എന്തായാലും താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. എന്തായാലും കുറേ പടികളൊക്കെ ഇറങ്ങാനുണ്ട്. എന്തായാലും വ്യൂ ഒക്കെ നിങ്ങളൊന്ന് കാണുന്നു.
സൈഡൊക്കെ കാട് പിടിച്ച് കിടക്കണം കേട്ടോ. സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു താഴെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗേറ്റിനെ അടച്ചിട്ടേക്കാണോ എന്ന് സംശയമുണ്ട്. ലോക്ക് വല്ലതും ചെയ്തിട്ടേക്കാണോ അതോ അങ്ങനെ ഒരു ഗേറ്റ് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ അവിടെ ഒരു ഗേറ്റ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തുവല്ലും താഴോട്ടൊന്ന് പോയി നോക്കാം. ആരെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാമല്ലോ. എന്തിലും അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ പടിയുണ്ട് കേട്ടോ ഇറങ്ങാൻ. ഇവിടെ എന്തൊക്കെയോ എഴുതിയും വെച്ചിട്ടുണ്ട് സംഭവം. അത് ഈ ലുക്കൗട്ടിനെ കുറിച്ചുള്ള അതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് എന്നാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ആ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇവിടെ വേറൊരു ബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സൈൻ ബോർഡാണോ നമുക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. എന്തായാലും എന്താണ് എഴുതിയേക്കുന്നതെന്ന് നോക്കാം. സംഭവം ഇത് ഒരു വാണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപകട മേഖല നദിയിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അപ്പം കയറുന്നതിന് കുഴപ്പമില്ല, ഇറങ്ങുന്നതാണ് പ്രശ്നം. എന്തെങ്കിലും ഇവിടെ തുറന്നിട്ടേക്കാണ് സംഭവം കേട്ടോ. ലോക്കൊന്നും ചെയ്തിട്ടില്ല. പുതിയതായിട്ട് വെച്ചേക്കുന്ന ഗേറ്റാണ്. സൈഡിൽ ഒരു വഴി കാണുന്നുണ്ട്. ഗാർഡിൻ്റെയൊക്കെ ഒരു പണ്ടത്തെ ഒരു കെട്ടിടമാണ് ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഗാർഡ് അല്ലെങ്കിൽ ജനറേറ്റർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. നല്ല പച്ചപ്പുണ്ട് കേട്ടോ. നല്ല ചെറിയ പുല്ലുകളാണ് കിളിച്ചിരിക്കുന്നത്. നല്ല ചെറിയ ചെറിയ പൂക്കളുണ്ട്. പക്ഷേ ക്യാമറയിൽ അത് കാണുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ശബ്ദമൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഇത് താഴത്തെ ഒരു കനാലാണ് കേട്ടോ. ഇതാണ് മിക്കപ്പോഴും തുറന്നു വിടുന്നത്. പക്ഷേ ഇപ്പം തുറന്നു വിട്ടില്ല. മിക്കവാറും ഈ വെള്ളമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വളവ് തേരി കയറി വരുമ്പോൾ ഒരു പാലം ഉണ്ടെന്ന്, കനാലിൻ്റെ അവിടെ നിർത്താമെന്നൊക്കെ പറഞ്ഞില്ലേ. അത് ഇവിടെ തുറന്നു വിടുമ്പോഴേ നല്ല രീതിയിൽ അവിടെ പോകത്തുള്ളൂ. മിക്കവാറും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു പാത്താണ് ഈ കാണുന്നത്. സംഭവം ഇവിടെ തുറന്നിട്ടിട്ടില്ല. അതാണ് അവിടെ താഴെ വെള്ളമില്ലാത്തത്. ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. തെമ്മൽ എന്താണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര വന്നാലും ഞാൻ മടുക്കത്തില്ല. അതിപ്പോൾ പൊന്മുടി പറയുന്നതിൻ്റെ പൊന്മുടി എത്ര പോയാലും മടുക്കത്തില്ല. അതുപോലെ തെന്മല എപ്പം വന്നാലും മടുക്കത്തില്ല. പക്ഷെ മടുക്കും നമ്മൾ ഈ ഒരു വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, അമ്മാതിരി ചൂടാണ്. പുനലൂർ പിന്നെ പറയണ്ടല്ലോ. പിന്നെ വീണ്ടും പൊക്കം കൂടുകയാണ്. പൊക്കം കൂടുമ്പോൾ ഇവിടെ തണുപ്പല്ല കിട്ടുന്നത്. ഇവിടെ നല്ല ചൂടാണ്. ഇവിടെ വലിയ ഒഴുക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ അപ്പുറത്ത് നല്ല രീതി തുറന്നു വിട്ടുകൊണ്ട് നല്ല രീതിയിൽ വെള്ളത്തിന് ഫോഴ്സ് ഉണ്ട്. എന്തെങ്കിലും മുകളിലോട്ട് കയറി നോക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഈ കല്ലിനകത്തൊക്കെ തട്ടി പോകുമ്പോഴാണ് ഇതിൻ്റെ ഫോഴ്സ് കറക്റ്റായിട്ട് അറിയുന്നത്. അല്ലാതെ അതിൻ്റെ സ്മൂത്തായിട്ടാണ് ഒഴുകുന്നത്. നല്ല രസമുണ്ടാണ് കേട്ടോ. എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണും നിങ്ങൾ. ഞാൻ കുറച്ച് നേരം മിണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങേ സൈഡ് തന്നെ ഉണ്ടോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് വല്ല അനക്കോ ആവി ഉണ്ടെന്ന് വല്ലതും പറയുമോ? നല്ല തെളിനീര് പോലെ തന്നെ കിടക്കുന്നത്. പായലടിയിലുണ്ടാണ്. അതാണ് ഈ കളർ വ്യത്യാസം. പക്ഷേ ഇങ്ങേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഭീകരമാണ്. അപ്പുറത്ത് ഒഴുക്കില്ലെന്ന് പറയത്തുള്ളൂ. അടിയൊഴുക്കാണ് ഏറ്റവും കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഷട്ടർ തുറന്ന് ഒരു ഇത്ര സെൻറ്റിമീറ്റർ വെച്ചാണ് അത് പൊക്കുന്നത്. ഇങ്ങേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായിട്ട് തോന്നും. എന്നാൽ മറുവശം നോക്കിയാൽ ശാന്തമായി കിടക്കും. പ്രകൃതി അങ്ങനെ ആർക്കും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവിടെ നിൽക്കാൻ. ചില സമയത്തൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ നമ്മുടെ തെന്മല ഡാമിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു കാറ്റുണ്ടല്ലോ, ആ കാറ്റ് ഇവിടെ ചിലപ്പോൾ അടിക്കും. തെന്മല ഡാമിൻ്റെ ഷട്ടറും തുറന്നിട്ടുണ്ട്. ന്യൂസിൽ കണ്ടായിരുന്നു, ഇത്ര സെൻറ്റിമീറ്റർ വെച്ച് തുറന്നിട്ടുണ്ടെന്ന്. നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ നല്ല ശക്തിയോടെ വെള്ളം പോകുന്നത് തന്നെ കാണുന്നത്. ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റ് വലിച്ചിരി വെളിയിലോട്ട് വെച്ചേക്കുന്നത്. പക്ഷേ അങ്ങേ സൈഡ് കണ്ടോ കുത്തി വലിച്ചാണ് പോകുന്നത്. നല്ല ശബ്ദമുണ്ട്, കേട്ട് നോക്കി. അടിപൊളിയായിട്ടുണ്ട്. ഒഴുകി അങ്ങ് നമ്മുടെ കല്ലടയാറിലോട്ട് അങ്ങ് ഒഴുകി പോവുകയാണ്. കല്ലടയാറാണ് ഇത് സംഭവം. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ നമ്മൾ നിർത്തി നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ നമ്മുടെ ലുക്കൗട്ട് ഉണ്ടോ? അത്രയും പൊക്കത്ത് നിന്നാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. പക്ഷേ സംഭവം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തെന്ന് തോന്നുന്നു. പക്ഷേ നടന്നിറങ്ങുമ്പോൾ ഒരു പരുവാകും കേട്ടോ. തിരിച്ച് കയറാനാണ് ഇനി അതിനേക്കാളും പാട്. എന്തായാലും നമുക്കിനി തിരിച്ചിനി പോവാം. നമുക്കിനി കൂടുതലൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. ഇതൊക്കെ എന്താണ് എന്തോ സംഭവങ്ങൾ ഒന്നും മനസ്സിലാവുന്നില്ല. സംഭവം ഗേറ്റ് ഇട്ടത് മുമ്പ് ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. സംഭവം
മുമ്പ് ഗേറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഇതാണ് വെൽഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. പുതിയ വെൽഡിങ് ഒക്കെയാണ് കേട്ടോ. കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് വെക്കുന്നുണ്ടേ. കണ്ടോ, റെസ്റ്റൊക്കെ പിടിച്ചിരിക്കുന്നു. സംഭവം പുതിയതാണ് കേട്ടോ. എന്തായാലും ഇവിടെ സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല. എന്തെങ്കിലും കയറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആരിൽ വന്ന് നിൽക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തും വായിച്ചെടുത്തു അങ്ങ്. സംഭവം ലെങ്തും കാര്യങ്ങളൊക്കെ, ലെവലും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡായിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി ഈ പടിയെല്ലാം മുകളിലോട്ട് കയറണം. ഇനി അതാണ് ഇനി അടുത്തൊരു ചടങ്ങ്. എന്തായാലും കയറാം. എന്തായാലും മുകളിൽ കയറി എന്തായാലും ഒരു ചായയും കുടിച്ചേക്കല്ലേ. ഒരു ചായ കുടിക്കാൻ വേണ്ടി മാത്രം പല ആൾക്കാർ ഇവിടെ വരെ വരാറുണ്ട് കേട്ടോ. എന്തായാലും ഒരു ചായ മേടിച്ചിട്ടുണ്ട്. ഏലക്ക ചായയാണ് കേട്ടോ. ഏലക്ക ചായയാണ്. എൻ്റെ അടുത്തുള്ളൊരു കടയാണ് കേട്ടോ. നമ്മൾ സന്തോഷ് ടീ സ്റ്റാൾ. കൊള്ളാം കേട്ടോ. നല്ല കിടിലം, ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷോപ്പ് കൂടാണ്. വെളിയിൽ നിന്നാണ് കുടിച്ചത്. ഇനി നമുക്ക് തിരിച്ചു പോകാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.